നമസ്കാരം. എത്രയൊക്കെ ജോലി ചെയ്തിട്ടും എങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും കാര്യമായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിയുള്ളവരാണ് നമ്മളിലധികവും. പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ. പ്രവാസ ലോകത്തേക്ക് വന്ന് 10-15 കൊല്ലം കഴിഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിയാത്തവരാണ് പ്രവാസികളിൽ മിക്ക പേരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപക്ഷെ ജോലിയിൽ നമുക്ക് ശമ്പള വർധനവ് പലതവണ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും ആ വർദ്ധിക്കുന്ന ശമ്പളം നമ്മുടെ കയ്യിൽ ബാക്കിയാവുന്നില്ല. അതിന്റെ കാരണം ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ? നമ്മുടെ ശമ്പളം വർദ്ധിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന സാമ്പത്തിക ഏഹ്, വരവിന്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ജീവിത നിലവാരവും അതിനനുസരിച്ച് ഉയരുന്നു. ഉദാഹരണത്തിന് 2000 സൗദി റിയാൽ ശമ്പളമുള്ള ഒരു പ്രവാസിക്ക് അദ്ദേഹത്തിന്റെ ചെലവുകളും 2000-ന് സമാനമായിട്ടായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ ശമ്പളം ഒറ്റയടിക്ക് 5000-ആയി വർദ്ധിച്ചു എന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് 3000 ബാക്കി സേവ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിത നിലവാരവും അതോടൊപ്പം ഉയരുന്നു. അദ്ദേഹം കുറച്ചുകൂടെ സൗകര്യമുള്ള താമസ സ്ഥലം നോക്കുന്നു, കുറച്ചുകൂടെ ലക്ഷറിയസ് ആയ കാറ് വാങ്ങുന്നു, മറ്റു സൗകര്യങ്ങൾ നേടുന്നു. ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ശമ്പളത്തിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരവും ക്രമാതീതമായി ഉയരുന്നതിനെയാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനെ കൃത്യമായി മനസ്സിലാക്കി കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കാര്യമായി പലതും മിച്ചം വെക്കാൻ സാധിക്കും.